സെപ്റ്റംബർ 12 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ആഘോഷങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. സത്രംകാവ് എന്നാണ് പേര്. ഇവിടെ എപ്പോൾ വരുമ്പോഴും ആദ്യം ഓർമ്മ വരുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ വന്നതാണ്. ഇപ്പോൾ ഉണ്ണി ജനിച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ടായിരുന്നു. ഈ അമ്പലത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ വ്യൂ തന്നെയാണ്. അമ്പലത്തിൻ്റെ നേരെ മുൻവശത്തായിട്ട് പുഴ ഒഴുകുന്നുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇത് കണ്ടിട്ട് എത്ര നേരം വേണമെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. അത്രയ്ക്ക് രസമാണ് കാണാൻ. ഞാൻ മെയിനായിട്ട് ഈ അമ്പലത്തിൽ വരുന്നതിന് കാരണം തന്നെ ഈ വെള്ളച്ചാട്ടം കാണാനാണെന്ന് തന്നെ പറയാം. എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ. അതിനുശേഷം ഞങ്ങൾ ഒരു അമ്പലത്തിൽ കൂടി പോയിരുന്നു. ഇതാണ് പ്ലാപ്പറ്റിയുള്ള മോക്ഷത്തെ മഹാദേവ ക്ഷേത്രം. ഇതും എനിക്കിഷ്ടപ്പെട്ട അമ്പലങ്ങളിൽ ഒന്നാണ്. അതിനുള്ള മെയിൻ കാരണമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ വവ്വാലുകൾ തന്നെയാണ്. വളരെയേറെ കൗതുകമായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ക്ഷേത്രം മുൻപ് കണ്ടിട്ടേ ഇല്ല. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള മരങ്ങളിലെല്ലാം ഇങ്ങനെ വവ്വാലുകളാണുള്ളത്. വവ്വാലുകൾ ശാപമോക്ഷത്തിന് വേണ്ടി തപസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയപ്പെടുന്നത്. അമ്പലത്തിന് ചുറ്റുമുള്ള ഈ നടപ്പന്തലും കാറ്റും വവ്വാലുകളുടെ ശബ്ദവും എല്ലാം വളരെ കൗതുകം ഉണർത്തുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ ഇടയ്ക്ക് വരാനുള്ള റീസണും ഇത് തന്നെയാണ്. ഇവിടെ എനിക്ക് കൗതുകം തോന്നിയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്ന മരങ്ങൾ. ഈ ഓരോ മരത്തിലും നക്ഷത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിച്ചത് ഏത് നക്ഷത്രത്തിലാണോ ആ മരത്തെ നമ്മൾ 3 പ്രാവശ്യം വലം വെച്ച് അതിന് വെള്ളം ഒഴിക്കണം. ഇതും ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വന്ന സമയത്ത് ഒരുപാട് കൗതുകമായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ. തീർന്നില്ല, എനിക്ക് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇവിടെ വന്ന ഒരു ചായയും പരിപ്പുവടയും നിർബന്ധമാണ്. ഇവിടുത്തെ ചായയും പരിപ്പുവടയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ അമ്പലത്തിലേക്ക് വരാനുള്ള അടുത്തൊരു റീസൺ ഈ പരിപ്പുവട കഴിക്കാനാണെന്ന് തന്നെ പറയാം. എന്താണെന്നറിയില്ല, എനിക്ക് പൊതുവേ അങ്ങനെ ചായ ഒന്നും ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷേ ഇവിടെ വന്നാൽ ഞാൻ എന്തായാലും ഈ ചായയും പരിപ്പുവടയും കഴിച്ചിരിക്കും. അത് കഴിക്കാണ്ട് പോയി എനിക്ക് ഭയങ്കര വിഷമമാണ്. ചില സമയത്ത് വരുമ്പോൾ പരിപ്പുവട ഒന്നും ഉണ്ടാവില്ല. ഇപ്രാവശ്യം എന്തായാലും ഉണ്ടായിരുന്നു. അങ്ങനെ പരിപ്പുവടയും ചായയൊക്കെ കഴിച്ചു. ഹാപ്പിയായി ഞങ്ങൾ മടങ്ങി.